നമസ്കാരം. ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2026 ഓഗസ്റ്റ് 1 തീയതിയോട് കൂടിയിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ സുപ്രധാന കാരകനായ ശുക്രൻ എന്നുള്ളത് നീചഭംഗ രാജയോഗത്തിലേക്ക് സംഭവിക്കുകയാണ്. സ്വതവേ ശുക്രന് നീചക്ഷേത്രമായ കന്നിരാശിയിലേക്ക് സഞ്ചരിക്കുകയും എങ്കിൽ ആ കന്നിരാശിയുടെ രാശിനാഥനായ ബുധന് വ്യാഴത്തോട് യോഗം ചേരുകയും അത് ആ വ്യാഴം എന്നുള്ളത് പൂർണ്ണ ഉച്ചവാനായി സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ അപൂർവ ഗ്രഹങ്ങളുടെ സംഗമം ഉണ്ടാകുമ്പോഴാണ് ആ ശുക്രൻ ഏറ്റവും നീചത്തിൽ നിന്നും ഭംഗം ചെയ്ത് രാജയോഗത്തെ, അതായത് ചക്രവർത്തി യോഗത്തെ പ്രദാനം ചെയ്യുന്ന അപൂർവ ഒരു കാലഘട്ടമാണ്. സ്വതവേ ഒരു ഗ്രഹം നീചത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് എല്ലാം കൊണ്ടും അനർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ്. മറ്റുള്ള ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും ആ ഗ്രഹത്തിന്റെ കാരകത്വം എന്തിലൊക്കെയാണോ പ്രദാനം ചെയ്യുന്നത്, ആ കാരകങ്ങളായിട്ടുള്ള ഗുണങ്ങളൊക്കെ മനുഷ്യന് നശിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. എങ്കിൽ ശുക്രൻ എന്നുള്ളത് അഖില സുഖകൃതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ സുഖങ്ങളെയും പ്രദാനം ചെയ്യുന്ന, സമ്പത്താവട്ടെ, വസ്ത്രാവട്ടെ, ഭക്ഷണാവട്ടെ, മറ്റുള്ള ജീവിതത്തിലെ സമാധാന വിഷയങ്ങൾ, ഭൗതിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ശുക്രനാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ശുക്രൻ നീചത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മാനസികമായ ക്ലേശങ്ങളും സമ്പത്തിലുള്ള പോരായ്മയും ഒക്കെ മനുഷ്യനുണ്ടാവാം. എങ്കിൽ നീചഭംഗ രാജയോഗം സംഭവിക്കുമ്പോൾ 4 രാശിയിൽ പെട്ടിട്ടുള്ള ഏതാണ്ട് 12ലധികം നക്ഷത്രക്കാർക്ക് വളരെ അപൂർവമായ രാജയോഗം സംഭവിക്കുകയാണ്. സ്വതവേ ഇപ്പോൾ അവർക്ക് ആ കാര്യത്തിലൊക്കെ ഒരു പൂർണ്ണത ഇല്ലാതിരിക്കുകയാണ്. അത്തരത്തിൽപ്പെട്ടിട്ടുള്ള മഹാഭാഗ്യം ഭംഗം സംഭവിക്കുമ്പോൾ വളരെയധികം ജീവിതത്തിൽ മാറ്റം വരുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുക. ആദ്യം തന്നെ ഈ നീചഭംഗ രാജയോഗത്തിന് അർഹമാകുന്ന രാശി എന്നുള്ളത് കർക്കടകൻ രാശിയിലാണ്. കർക്കടകൻ രാശിയിലേക്ക് ബുധൻ സംഭവിക്കുമ്പോഴാണ് അവിടെ നീചഭംഗ രാജയോഗം സംഭവിക്കുക. രാജയോഗത്തിലേക്കാണ് ബുധനാണ് വരുന്നത്. സ്വതവേ അത് കേൾക്കുമ്പോഴെല്ലാവർക്കും തോന്നും ശുക്രന് വരുന്ന ഒരു മാറ്റമാണ്. അല്ല, ശുക്രൻ കന്നിയിൽ പോയി കഴിഞ്ഞാൽ നീചം മാത്രമേ സംഭവിക്കുള്ളൂ. മറ്റുള്ള ഗ്രഹങ്ങളാണ് ആ നീചത്തിന് ഭംഗത വരുത്തുന്നത് എന്ന് വേണം അതിൽ ഉറപ്പിച്ച് മനസ്സിലാക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ കർക്കിടകൂറിൽ പെട്ടിട്ടുള്ള പുണർദം, പൂയം, ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മഹാഭാഗ്യങ്ങളാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ കുറെ നാളുകളായിട്ടുള്ള 9ാം ഭാവത്തിലെ ശനിയും ഈ ജന്മരാശിയിലുള്ള ഈ വ്യാഴത്തിന്റെ ഒരു സ്ഥിതിയും പൂർണ്ണമായി അനുകൂലമല്ല കർക്കടകൻ രാശിക്കാർക്ക്. അങ്ങനെയെങ്കിൽ അവരുടെ ക്ലേശങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ, അപവാദങ്ങൾ, അപകടങ്ങൾ, അതോടൊപ്പം തന്നെ അനാരോഗ്യ സ്ഥിതി, സാമ്പത്തിക ക്ലേശങ്ങൾ, കടബാധ്യതകൾ, ഇത്തരത്തിലുള്ള ക്ലേശങ്ങൾ മാറിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു നീചഭംഗ രാജയോഗത്തിലൂടെ അവർക്ക് കൈവരുന്നത്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ വളരെയധികം അനുകൂല സ്ഥിതിയാണ്. വാഹനാദി ലാഭം അവർക്കുണ്ടാവും. സമ്പത്ത് കുമിഞ്ഞുകൂടാനുള്ള ഒരു യോഗമാണ്. അപ്രതീക്ഷിതമായി ഈ ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ, ആ പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്നും സഹായം കിട്ടുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കർക്കിടകൂറുകാർക്ക് വളരെയധികം ശ്രമത്തിലൂടെ നേരിടി വരുന്നതാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഭാഗ്യം ഏതാണ്ട് ഒരു മാസ കാലഘട്ടമാണ്. നോക്കൂ, മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കാൻ വലിയ ഒരു കാലഘട്ടമൊന്നും വേണ്ട. അവനവന്റെ ജീവിതത്തിന്റെ ചില നിശ്ചയദാർഢ്യങ്ങളാണ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. അത് വരുന്ന കാലഘട്ടമാണ് കർക്കിടകൂറുകാർക്ക്. പിന്നീട് ഈ ഒരു മഹാഭാഗ്യം വരുന്നത് തുലാവക്കൂറുകാർക്കാണ്. അവരുടെ കേന്ദ്രഭാഗമായ 10ാം ഭാവത്തിലാണ് ഈ നീചഭംഗം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിൽ വമ്പിച്ച പുരോഗതി തുലാവക്കൂറുകാർക്ക് ഉണ്ടാവും. ജോലി കയറ്റം, അതോടൊപ്പം ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു ഫലം ഏതാണ്ട് ഒരു വർഷത്തോളം, അതായത് ഇനി ഈ ഒരു നീചഭംഗം സംഭവിക്കാൻ ഒരു വർഷത്തോളം സമയം മിനിമം കാലഘട്ടം ചുരുങ്ങിയത് താമസമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഫലങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തേക്കാണ് അതിന്റെ ഫലം നീണ്ടു നിൽക്കുക എന്നുകൂടി ആചാര്യന്മാർ പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ തുലാവക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിന് തുടക്കമാണ് ഇതിലൂടെ ഈ കർമ്മ മേഖലയിൽ. ബിസിനസ് ആവട്ടെ, അതോടൊപ്പം സ്വന്തമായി തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നേരെയായി വരുന്ന ഒരു കാലഘട്ടമായി അവർക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം ഈ ഒരു തുലാവക്കൂറുകാരുടെ വിവാഹാദി ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടുമാറും. പ്രണയ ജീവിതത്തിൽ സാഫല്യം ഉണ്ടാവും. ഇത്തരത്തിലുള്ള അനുകൂല സ്ഥിതികൾ, അതോടൊപ്പം ദീർഘനാളുകളായി ആഗ്രഹിച്ച പല സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുക, അതിനുള്ള ഒരു അവസരമാണ്, അതിനുള്ള ഒരു കാലമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത്തരത്തിൽ ഈ തുലാവക്കൂറുകാർക്ക് അനുകൂല സ്ഥിതിയാണ് നീചഭംഗ രാജയോഗത്തിലൂടെ വരുന്നത്. പിന്നീട് ഈ ഒരു മഹാഭാഗ്യം വരാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗുണത്തെ അനുഭവിക്കുന്നത് ഇതിന്റെ 7ാമത്തെ രാശിയായ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിട്ടാണ്.
ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യപാദങ്ങളാണ് ഇതിൽ ചേരുന്നത്. ഇവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അപ്രതീക്ഷിതമായ ധനഭാഗ്യം തന്നെയാണ്. സമ്പത്ത് വർദ്ധിക്കും, ആഭരണാദി ലാഭം, പൂർവീക സ്വത്തുകൾ അവർക്ക് ധാരാളം വന്നു ചേരുക, അപ്രതീക്ഷിതമായി ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക, കുടുംബാംഗങ്ങളുടെ സഹായം ഉണ്ടാവുക, സഹോദര സൗഹൃദ ബന്ധം ബലം വർദ്ധിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. അതോടൊപ്പം സ്വന്തമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയിൽ ശിരോരോഗമാവട്ടെ, സന്ധിവേദനകളാവട്ടെ, ഉദരപീഡകൾ അനുഭവിക്കുന്നവർക്കൊക്കെ മാറ്റം വരുന്ന കാലമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായി നന്നേ തകർന്നു പോയിട്ടുള്ള ആൾക്കാർ ഈ ഒരു മകരക്കൂറുകാർക്ക് വലിയൊരു മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രതീക്ഷിക്കുന്നതല്ല, അപ്രതീക്ഷിതമായ ഭാഗ്യം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാവുന്ന ഒരു കാലഘട്ടമായി മനസ്സിലാക്കി നീങ്ങാൻ സാധിക്കണം. അതോടൊപ്പം അവരുടെ ദാമ്പത്യ പ്രണയ ക്ലേശങ്ങൾ വിട്ടുമാറും, വാഹനാദി ലാഭമുള്ള ഒരു മാസമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഭൂമി ഇടപാടുകളിലും വസ്തുവകകൾ തമ്മിലുള്ള ഇടപാടുകളിലും ഇപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീട് ഏറ്റവും വിശേഷം അവരുടെ ഈ ഒരു 7ാം ഭാവം എന്ന് പറയുമ്പോൾ അവർക്ക് വിദേശം, മദന ഗമനജായ ലോക സഞ്ചാരത്തിന് പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പ്രവാസികളെ സംബന്ധിച്ചും വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ശുക്രന്റെ രാശി മാറ്റം കൊണ്ട്. അതോടൊപ്പം പിന്നീട് ജീവിതത്തിൽ നെടും മംഗല്യം വന്നു ചേരാനുള്ള യോഗമുണ്ട്. വിവാഹം അന്വേഷിച്ച് കുറേ നാളുകളായിട്ടുള്ളവർക്ക് വിവാഹം ഭാഗ്യം വരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട് ഈ ഒരു മഹാഭാഗ്യം വന്നു ചേരുന്നത് മേടക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ്. അവരുടെ കേന്ദ്രഭാവമായ 5ാം ഭാവത്തിലാണ് ഈ ഒരു യോഗം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യം, കേന്ദ്രം പ്രാപ്തനായ ആ ഒരു വ്യാഴം എന്നുള്ളത് എത്രയോ പിതൃഗുണങ്ങൾ കൂട്ടുന്നതും ദൈവഗുണം, അനുഗ്രഹം ഇല്ലേ, സർവ്വദേവന്മാരുടെ അനുഗ്രഹം രാശിയിലൊക്കെ പറയുന്ന ഒരു യോഗമാണ് ഇവിടെ മേടക്കൂറുകാർക്ക് വന്നിട്ടുള്ളത്. അത്തരത്തിലാണ് ഇവിടെ ബുധനും ആ വ്യാഴവും സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ 6ാം ഭാവത്തിലുള്ള ആ നീചത്വം വിട്ടുമാറി ആ ശുക്രൻ സമ്പത്തിനെയും ധാരാളം സ്വർണങ്ങളെയും ധാരാളം ഭൗതിക ആഡംബര ജീവിതത്തിനൊക്കെ അവരെ പ്രാപ്തിയാക്കുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സുഖങ്ങൾ അനുഭവിക്കുക, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സ്വപ്നതുല്യമായ സ്ഥലങ്ങൾ സന്ദർശിക്കുക, ഇത്തരത്തിലൊക്കെ അവർക്കുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. കുറെ നാളുകളായി ആഗ്രഹിച്ചിരുന്നവരെ കാണുക, കുറെ നാളുകളായിട്ടുള്ള ആഗ്രഹത്തിന്റെ ഭക്ഷണം, ഇങ്ങനെ പലതരത്തിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും മേടക്കൂറുകാർ, അശ്വതി, ഭരണി, കാർത്തികക്കാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. പ്രത്യേകിച്ച് ഈ 4 രാശിക്കാരിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ഒരു നീചഭംഗ രാജയോഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ടിട്ടുള്ളതല്ല. അവരുടെ സമ്പത്ത് ഏതോ ഒരു തലത്തിലേക്ക് അവർക്ക് ഉയർത്താനുള്ള ഒരു കാലം അനുകൂലമായി വരുന്നു എന്ന് വേണം ഇതിനെ കൊണ്ട് മനസ്സിലാക്കാൻ. അത് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് ലക്ഷ്മി യന്ത്രം, കുബേര യന്ത്രം, നാരായണ യന്ത്രം, ശ്രീയന്ത്രം, ഇത്തരത്തിലുള്ള ധനസംബന്ധപ്പെട്ടിട്ടുള്ളതും ഐശ്വര്യ സംബന്ധമായിട്ടുള്ള സാത്വിക യന്ത്രങ്ങൾ നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ദോഷമല്ല, പരോപകാരമായിട്ട് മാറുന്ന ഈ സമ്പത്തിനെ നിങ്ങൾക്ക് ചേർക്കാനുള്ള ഒരു നല്ല കാലഘട്ടമായിട്ടാണ് ഇല്ലേ. ഇപ്പൊ സമ്പത്ത് എപ്പോഴും ഉണ്ടാവുന്നത് ദാനം ചെയ്യാൻ സാധിക്കുക, ധർമ്മം ചെയ്യാൻ സാധിക്കുക, അതിനാണ് ഇത്ര ഈ ഗ്രഹങ്ങൾ അനുകൂലമായി വരുന്നത്. അത്തരത്തിൽ ദാനധർമാദികൾക്കും മറ്റും സത്കർമ്മങ്ങൾക്കും കൂടി ചെലവാക്കുമ്പോഴാണ് ഈ സമ്പത്തുകൾ നമ്മിലേക്ക് അന്വേഷിച്ചു വരിക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും സംശയങ്ങളും താഴെ കുറിക്കാവുന്നതാണ്. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.